നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ശ്രദ്ധേയമായ ഒരു വാരം കൂടി കടന്നുപോയിരിക്കുന്നു. പ്രത്യേകിച്ചും ബജറ്റ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വിപണിയിലെ ഒരു തിരിച്ചടിക്ക് ശേഷം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിപണിയിൽ ഒരു റിക്കവറി കണ്ടു. വെള്ളിയാഴ്ചയും ആ റിക്കവറി വിപണിയിൽ കാണുന്നുണ്ട്. മാർക്കറ്റ് വാച്ചിൽ പതുപോലെ എഡ്യൂക്കേറ്റീവ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ തന്നെ ചേരുന്നു. ഭുവനേന്ദ്രൻ, എങ്ങനെ കാണാം നമുക്ക് ഈ ഒരു റിക്കവറി മോഡിലേക്ക് മാർക്കറ്റ് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബജറ്റ് റാലിയുടെ തുടക്കമെന്ന് തന്നെ വിശേഷിപ്പിക്കാവോ? മാർക്കറ്റിന്റെ എല്ലാ എക്സ്പെക്ടേഷനും ഈ ഒരു ബഡ്ജറ്റിൽ തന്നെയാണ്. ഈ ഗവൺമെന്റ് ഒരു ഫസ്റ്റ് ബജറ്റ് എന്നുള്ള രീതിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വളരെയധികം എക്സ്പെക്ടേഷൻ മാർക്കറ്റിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രീ ബഡ്ജറ്റ് റാലിക്കുള്ള സാധ്യത പ്രധാനമായിട്ടും ഈ ഒരു റാലി തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ റിക്കവറി സൈൻ പോലും FISന്റെ സപ്പോർട്ട് ഇല്ലാതെ, FIS ലാസ്റ്റ് വീക്കൊക്കെ തന്നെ വളരെ അധികം സെല്ലിംഗ് സൈഡിൽ അറൌണ്ട് 3000 crore സെല്ലിംഗ് സൈഡിലാണ് FIS. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വലിയൊരു ഫോളിൽ നിന്ന് മാർക്കറ്റിനെ രക്ഷിച്ചത്. അപ്പോൾ ഡൽഹി ഇലക്ഷന്റെ റിസൾട്ടിന് ശേഷം ഈ ബജറ്റിൽ ചില മാറ്റങ്ങൾ, ചിലപ്പോൾ ജനപ്രിയമായ ചില നയങ്ങളിലേക്ക് ഗവൺമെന്റ് മാറുകയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിന് അത് പ്രതികൂലമായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള സെല്ലിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഡൽഹി ഇലക്ഷൻ ഒരു പാഠം തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചില നയങ്ങളിൽ ചില മാറ്റം സംഭവിക്കാം. ഫസ്റ്റ് ബഡ്ജറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റിന് വളരെയധികം എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിന്റെ ഒരു റിക്കവറി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ FISന്റെ സപ്പോർട്ട് ഇല്ലാതെ പോലും മാർക്കറ്റിലെ റിക്കവറി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു റാലി ചിലപ്പോൾ ആ ഒരു പ്രതീക്ഷ കൊണ്ട് ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും ഒരു 9000 മാർക്കറ്റിലേക്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല, ഗ്ലോബൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ. അതേ സമയത്ത് ഏതെങ്കിലും രീതിയിൽ ബജറ്റ് മാർക്കറ്റിന് അനുകൂലമല്ല എങ്കിൽ ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. പോപ്പുലിസ്റ്റ് ആയിരിക്കില്ല ബജറ്റും എന്നും പ്രത്യേകിച്ചും ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിരീക്ഷണങ്ങളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതാ പറഞ്ഞത്. ഇതുവരെയുള്ള പ്രതീക്ഷ ഡൽഹി ഇലക്ഷൻ വലിയൊരു ചേഞ്ചാണ്. അത് കോർപ്പറേറ്റിന് അനുകൂലമായൊരു തീരുമാനം, ചിലപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാം. BJPയും വലിയ പാഠങ്ങൾ അതിൽ നിന്നും പഠിച്ചു, ഈവൻ മോദിയും പഠിച്ചു. അപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കാം, ജനപ്രിയമായ ചില നയ മാറ്റങ്ങൾ സംഭവിക്കാം. അത് തീർച്ചയായിട്ടും കോർപ്പറേറ്റിന് എതിരായിരിക്കാം. പക്ഷേ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബജറ്റ് വരാനാണ് സാധ്യത. എന്തായാലും മാർക്കറ്റ് അതിനോട് ഇപ്പോഴത്തെ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എല്ലാം ഒരു വർഷത്തെ സമയം, ടൈം ഫ്രെയിം, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യയെ പഠിക്കാനും ഇതുവരെയുള്ള നയങ്ങളിൽ നിന്ന് മാറിയുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനും ചിലപ്പോൾ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കാനുള്ള സാധ്യത. എന്തായാലും ഇപ്പോഴത്തെ മാർക്കറ്റിന് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. ആ പ്രതീക്ഷയാണ് മാർക്കറ്റിനെ വീണ്ടും റൈഡ് ചെയ്യിക്കുന്നത്. പ്രതികൂലമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് കെയർഫുൾ ആയിരിക്കുന്നതായിരിക്കും നല്ലത്. ബജറ്റിന് മുമ്പ് ഒരു പ്രീ ബഡ്ജറ്റ് റാലി വരികയാണെങ്കിൽ അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ടെക്നിക്കലി എങ്ങനെയാണ് കാണുന്നത് നിഫ്റ്റി? ടെക്നിക്കലി അഗൈൻ 9000 ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു ടെക്നിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 8400 ആണ് ഇമ്മീഡിയറ്റ് വരാമെന്ന്. പക്ഷേ ഞാൻ അഭിലാഷ് ഇപ്പോഴത്തെ ഈ ഒരു മാസം ഒരു ടെക്നിക്കൽ മൂവ്മെന്റ് നമുക്ക് സ്റ്റഡി ചെയ്യുന്നതിൽ കാര്യം ഒരു നോർമൽ മാർക്കറ്റിൽ മാത്രമേ അത് എഫക്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഡൽഹി ഇലക്ഷൻ തന്നെ നമ്മൾ എടുക്കുക, അപ്പോൾ ന്യൂസ് ഡ്രിവൺ മാർക്കറ്റാണ്. ഡൽഹി ഇലക്ഷൻ എടുക്കുക, അതിന്റെ മീഡിയയുടെ ഇലക്ഷൻ റിസൾട്ടിന് മുമ്പ് തന്നെ റിസൾട്ട് വന്നിരുന്നു. പക്ഷെ ഇത്രയും ഒരു ഭീകരമായിട്ടുള്ളൊരു തോൽവി BJP പ്രതീക്ഷിച്ചുമില്ല. പക്ഷെ അതൊന്നും ഗവൺമെന്റിനെ അത്രത്തോളം എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ചെറിയൊരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് അതാണ്. അതിനുശേഷം വളരെ ഷാർപ്പായുള്ള റിക്കവറി വരാനുള്ളൊരു സാധ്യത. ഇത് മോഡി ഗവൺമെന്റിനെയോ അതല്ലെങ്കിൽ നയങ്ങളെയോ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഒരു ടെക്നിക്കലി മാർക്കറ്റിനെ ഈ ഒരു മാസം നമ്മൾ അനലൈസ് ചെയ്യുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 8000 ആണ് അടുത്തൊരു മാർക്കറ്റിൽ സെൽ ഓഫ് വരികയാണെങ്കിൽ 8000 ലെവൽ വരെ ചിലപ്പോൾ മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഈ ആഴ്ചത്തെ കത്തുകളിലേക്ക് കൂടി പോകാം. ശ്രീ അജേഷിന്റെ കത്താണ്. അജേഷ് ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ ഈ 2 സ്റ്റോക്കുകൾ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നു. 2 സ്റ്റോക്കിലും അദ്ദേഹം നഷ്ടത്തിലാണ്. ഒപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, L&T, ടാറ്റ മോട്ടോഴ്സ്, അശോക് ലൈലാൻഡ്, സ്പാർക്ക്, ജിയോജിത്ത് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ലെവലുകൾ കൂടി അദ്ദേഹം ചോദിക്കുന്നു. ഇതിൽ മെറ്റൽ സെക്ടറിൽ അഭിലാഷ് എല്ലാ ഇൻവെസ്റ്റേഴ്സും, കാരണം ഇപ്പോൾ പെർഫോം ചെയ്യുന്ന കുറച്ച് സെക്ടർ മാത്രം, ഓട്ടോമൊബൈൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, ഫാർമ പെർഫോം ചെയ്യുന്നുണ്ട്, IT ഈ സെക്ടറാണ് പ്രധാനമായിട്ടും. അതിൽ ബാങ്കിങ് സെക്ടർ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ ശേഷം ഒരു റിക്കവറി പാതയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മെറ്റൽ ഒരു ചൈനയുടെ സ്ലോ ഡൗൺ തന്നെയാണ് ഈ മെറ്റൽ സെക്ടറിന് ഇത്രത്തോളം നെഗറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡാറ്റ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മെറ്റൽ സെക്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്.
വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. ഹിൻഡാൽകോ റിസൾട്ട് വന്നു, മാർക്കറ്റ് പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് തന്നെ. 135 ആൻഡ് 122 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 170 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീൽ 340 310 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ 310 എന്ന് പറയുന്നത് ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ, ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് വരികയാണെങ്കിൽ ആ ഒരു ലെവൽ വരെ വരാം. പക്ഷേ അതൊരു ഷോർട്ട് ടൈം മാർക്കറ്റിൽ റിസ്ക് നിൽക്കുന്നു. ഞാൻ 2 എപ്പിസോഡ് മുമ്പ് തന്നെ പറയുന്നത് ഷോർട്ട് ടൈം മാർക്കറ്റിൽ ചില റിസ്ക് നിലനിൽക്കുന്നു. മീഡിയം ടു ലോങ് ടൈം മാർക്കറ്റ് സേഫ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് ടൈം ഫണ്ട് ആവശ്യമുള്ളവർ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. ചിലപ്പോൾ ഷാർപ്പായിട്ട് ചിലപ്പോൾ സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും. 420 ആണ് ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് 270 250 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ ഫോൾ ഈ സ്റ്റോക്കിന് വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിന് കാരണമായി. അഗൈൻ ഇപ്പോൾ റീസെൻ്റായിട്ട് 830 വന്നതിന് ശേഷം 940 ലെവലിലേക്ക് മൂവ് ചെയ്തിരുന്നു. വീണ്ടും ഒരു സെൽ ഓഫ് വന്നു. എഗെയിൻ ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത് 860 ആണ്. 860 ബ്രേക്കാണ് എഗെയിൻ 820 ലെവൽ വരെ മൂവ് ചെയ്യാം. 820 ലെവലിലേക്ക് പോകണമെങ്കിൽ ബജറ്റ് ഏതെങ്കിലും രീതിയിൽ പ്രതികൂലമാകുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴും ഒരു ഫെയർ വാല്യൂവിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് മൂവ് ചെയ്യുന്നത്. 960 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആക്സിസ് ബാങ്ക് ആണ് 940 512. 940 ഒരു സേഫായിട്ടുള്ള എൻട്രി ലെവലാണ്. ഈ രണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെന്റിന് പ്രതീക്ഷിക്കാം. ഈ 512 ലെവലിലേക്ക് വരണമെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. 620 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ICICI ബാങ്ക് ആണ്. റിസൾട്ട് മോശമായിരുന്നു, അതിന്റെ റിഫ്ലക്ഷൻ കണ്ടു. 322 ലെവൽ വരെ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു റിക്കവറി സൈൻ കാണിക്കുന്നുണ്ട്. അഗൈൻ 310 ആൻഡ് 292 മാർക്കറ്റിൽ അഗൈൻ ഒരു ബാഡ് ന്യൂസ് വരികയാണെങ്കിൽ 300 ബിലോ പോകാനുള്ള സാധ്യത ICICI ബാങ്കിലുണ്ട്. അതുകൊണ്ട് ലോവർ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ അടുത്തൊരു റിക്കവറി സൈൻ വരുമ്പോൾ എക്സിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. 370 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. 310 292 രണ്ട് എൻട്രി ലെവലാണ്. ആ ലെവലിലേക്ക് വരുമ്പോൾ ചുറ്റും നെഗറ്റീവ് ന്യൂസ് വരാം. പക്ഷേ ഒരു ബാങ്കിങ് സെക്ടർ എസ്പെഷ്യലി ഇൻ ICICI ബാങ്ക് അതൊരു സേഫ് ബെറ്റ് തന്നെയാണ്. ലാസ്റ്റ് റിസൾട്ട് മോശമായതുകൊണ്ടാണ് ആ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നത്. ഈ 310 290 ലെവലിലേക്ക് വരികയാണെങ്കിൽ അഗൈൻ അതൊരു സേഫർ ഇൻവെസ്റ്റ്മെന്റ് ലെവൽ തന്നെയായിരിക്കും. ദെൻ L&T ആണ്. റിസൾട്ട് വന്നു, മാർക്കറ്റ് പ്രതീക്ഷിച്ച റിസൾട്ട് അനൗൺസ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക് ഹോൾഡ് ചെയ്യുന്നു. അത് തന്നെയാണ് L&Tയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ്. അഗൈൻ റിസൾട്ടിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് നമ്മൾ കണ്ടു. വീണ്ടും വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. 1550 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് ലെവൽ. ദെൻ 1400 ഞാൻ പറഞ്ഞില്ല, നെഗറ്റീവിൽ ആയി എന്തെങ്കിലും ബജറ്റിൽ സംഭവിച്ചെങ്കിൽ മാത്രമേ 1400 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 1550 എന്ന് പറയുന്നത് L&Tയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. 1750 ആണ്. അഗൈൻ ഈ ലാസ്റ്റ് നമുക്കറിയാം ഈ റിക്കവറിയിൽ പോലും 1750 വന്നതിന് ശേഷമാണ് ഈ ഒരു കറക്ഷൻ സംഭവിച്ചത്. അഗൈൻ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന 1750 തന്നെയാണ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ് 520 480 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിലും വളരെ ഷാർപ്പായുള്ള ഒരു റൈഡ് സംഭവിച്ചിരുന്നു. അതിനുശേഷം ഒരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. അഗൈൻ 520 ഒരു സപ്പോർട്ട് ലെവലാണ്. 480 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 500 ബിലോ പോകുന്തോറും ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ബജറ്റ് എന്ന് പറയുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ ഉദ്ദേശിക്കുന്നവരും ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ബജറ്റ് സൃഷ്ടിക്കുകയാണെങ്കിൽ അതെല്ലാം ലോങ് ടൈം ടു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ വലിയൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് L&T ആണെങ്കിലും ടാറ്റ മോട്ടോഴ്സ് ഒക്കെ തന്നെ 500 ലെവലിലേക്ക് താഴെ ബിലോ പോവുകയാണെങ്കിൽ അതൊരു ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് വളരെ നല്ല റിട്ടേൺ 2015 തരാനുള്ള സാധ്യത കൂടുതലാണ്. 620 ആണ് അഗൈൻ ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അശോക് ലെലാൻഡ് ആണ്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റാലി സംഭവിച്ചു. അഗൈൻ 60 ആൻഡ് 56 ലെവൽ വരെ ഈ കറക്ഷൻ മോഡൽ ഡൽഹി ഇലക്ഷന്റെ റിസൾട്ടിന് മുമ്പ് തന്നെ വന്നിരുന്നു. അതിനുശേഷം വീണ്ടും റിക്കവറി സംഭവിച്ചു. അഗൈൻ 60 ആൻഡ് 52 ലെവൽ വരികയാണെങ്കിൽ അതൊരു ലോങ് ടൈം സേഫ് ബെറ്റ് തന്നെയാണ്. അഗൈൻ 74 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 74 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണ്. അതുപോലെ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സും 620 ലെവലിലേക്ക് വരികയാണെങ്കിൽ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുക. സ്പാർക്കാണ്. വളരെയധികം വോളറ്റിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. വളരെ ഷാർപ്പായിട്ടുള്ള മൂവ് നമ്മൾ കണ്ടു. അഗൈൻ 320 ആൻഡ് 260 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 500 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ നല്ലതാണ്. നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളാണ്. അടുത്ത കറക്ഷൻ ഇൻവെസ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു
ഏതെങ്കിലും രീതിയിൽ ബജറ്റ് നെഗറ്റീവ് ആവുകയാണെങ്കിൽ അതൊരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ മാർക്കറ്റിൽ. അതൊരു വലിയ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതൊരു കാരണവശാലും ഇൻവെസ്റ്റേഴ്സ് മറന്നു പോകരുത്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്യും. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ നിഖിലിന്റെ കത്താണ്. നിഖിൽ IDBI, JP അസോസിയേറ്റ്, ടെക്സ്റ്റൈൽ എന്നീ സ്റ്റോക്കുകളാണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത്. ഇതിന്റെ സാധ്യതകളെക്കുറിച്ചാണ് നിഖിൽ ചോദിക്കുന്നത്. ഈ 3 സ്റ്റോക്കും അഭിലാഷ് ഒരു ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ നൽകാത്ത സ്റ്റോക്കും JPയെ സംബന്ധിച്ച് വളരെയധികം നെഗറ്റീവ് ഹ്യൂജ് ഡെറ്റ് ഇൻട്രസ്റ്റ് ബേർഡൻ ഇത് ഹോണ്ട് ചെയ്യുന്നു. റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപരെ സംബന്ധിച്ച് എടുക്കാം എന്നല്ലാതെ റീസ്ട്രക്ചറിങ് നടക്കുന്നു. 21 and 17 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 30 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഒരു കാരണവശാലും JP അസോസിയേറ്റ്സിൽ അഡ്വൈസബിൾ അല്ല. അതേസമയത്ത് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ JPയും വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കാം. ദെൻ IDBI ആണ്. IDBI ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ നൽകാത്തൊരു കമ്പനി തന്നെയാണ്. 62 and 57 ഒരു ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാൻ സാധിക്കാത്തൊരു ബാങ്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അതിൽ നിന്നും സ്വിച്ച് ചെയ്ത് ഫെഡറൽ ബാങ്ക് അതല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 75 ആണ് IDBIയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് ഇതിൽ വരികയാണെങ്കിൽ മാത്രമേ വളരെ ഷാർപ്പായുള്ള റൈഡ് സംഭവിക്കുള്ളൂ. വാല്യുവേഷൻ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് IDBI മൂവ് ചെയ്യുന്നത്. ദെൻ ടെക്സ്റ്റൈലാണ് പ്രധാനമായിട്ടും ഇവർ ഈ ബജറ്റിൽ റെയിൽവേ ബജറ്റിൽ എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റോക്ക് അതിനു മുമ്പ് ഒരു റൈഡ് സംഭവിക്കാം. ഒരു ലോസ് മേക്കിംഗ് ആണ്. ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല. 130 and 120 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 170 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അദ്ദേഹത്തിന്റെ 3 പോർട്ട്ഫോളിയോ ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ITC അതുപോലെ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് പോലെയുള്ള സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അടുത്ത കത്തിലേക്ക് പ്രിയയുടെ കത്താണ്. സിയറ്റ് ഒപ്പം തന്നെ എസ്കോട്ട്സ് ഈ രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ടയർ ഇൻഡസ്ട്രി ക്രൂഡ് പ്രൈസ് കുറയുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. ഇതിലൊരു ഗ്ലോബൽ ഒരു കോമ്പറ്റീഷൻ വരും എന്നുള്ള ഒരു അസംഷൻ. പക്ഷേ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ഇപ്പോൾ സിയറ്റ് എടുത്താലും JK അപ്പോളോയിലൊക്കെ തന്നെ ഇപ്പോഴത്തെ ഒരു കറക്ഷൻ സംഭവിച്ചു. ഒരു വാല്യുവേഷൻ ഫെയർ ആണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ എസ്കോട്ട്സ് ആണ്. ഒരു റിസൾട്ട് വന്നു, മോശം റിസൾട്ട് ആയിരുന്നു. പക്ഷെ മാർക്കറ്റ് പ്രതീക്ഷിച്ച അത്ര മോശം റിസൾട്ട് ആയില്ല. വളരെ ഷാർപ്പായുള്ള റിക്കവറി നമ്മൾ കണ്ടു. 110 ലെവലിൽ നിന്നും വളരെ ഷാർപ്പായുള്ള റിക്കവറി കണ്ടു. അഗൈൻ 120, 104 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓരോ കറക്ഷനും എസ്കോട്ട്സ് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 140 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. 140 ലെവൽ. 140 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബജറ്റിന് മുമ്പ് സ്റ്റോക്ക് എക്സിറ്റ് ചെയ്ത് ഒരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഇതിൽ സിയറ്റ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഓരോ ഡിപ്പും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ഇപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ വളരെ ഷാർപ്പായുള്ള റൈഡ് സംഭവിച്ചു. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു കറക്ഷനാണ്. ഓൾമോസ്റ്റ് 25% ഈ സ്റ്റോക്കിൽ ഈ സെക്ടറിൽ കറക്ഷൻ സംഭവിച്ചു. ഒരു ഗ്ലോബലി വന്നിരിക്കുന്ന ന്യൂസ് തന്നെയാണ് ഇതിന്റെ റീസൺ. എല്ലാ ടയർ മാനുഫാക്ചറിംഗ് കമ്പനികളെ സംബന്ധിച്ചും അതൊരു വലിയ സെൽ ഓഫിന് കാരണമായി. അഗൈൻ അടുത്തൊരു കറക്ഷനോട് കൂടി വീണ്ടും ഈ പോർട്ട്ഫോളിയോയിൽ ടയർ മാനുഫാക്ചറിംഗ് കമ്പനികൾ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബജറ്റ് അടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ തന്നെ വളരെ ഭാവി സ്വാധീനിച്ചേക്കാവുന്ന ഒരു ബജറ്റ് എന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരം ഒരു നയപ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ വലിയ സ്പെൻഡിങ്ങിന് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഏതൊക്കെ സെക്ടർ വൈസ് നമ്മൾ പരിശോധിച്ചാൽ ഏതൊക്കെ സെക്ടർ വൈസ് ആയിരിക്കും ഈ ബജറ്റ് അടിസ്ഥാനമാക്കിയാൽ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട സെക്ടർ? ഇതിൽ പ്രധാന ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കാം കൂടുതൽ ഫോക്കസ്. അതാണ് നമ്മൾ ലാക്ക് ചെയ്യുന്നത്. ആ ഒരു സെക്ടർ നന്നായി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തായാലും ഈ സെക്ടറൊക്കെ തന്നെ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് വലിയ ഹയർ ലെവലിൽ നിൽക്കുന്നതാണ്. ഈ കമ്പനീസ് ഇപ്പോൾ റിയാലിറ്റി സെക്ടറും ഇൻഫ്രയെ സംബന്ധിച്ച് ഹ്യൂജ് ഡെറ്റാണ്. അത് ഗവൺമെൻറ് സ്പെൻഡിങ് വരുന്നില്ല. അപ്പം അതാണ് ഇത് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ അഡ്രസ്സ് ചെയ്യേണ്ടതും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ തന്നെയാണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന കമ്പനികൾ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിൽ L&T പോലെയുള്ള സ്റ്റോക്കുകൾ, അതുപോലെ റിയാലിറ്റി സെക്ടറിൽ കൂടുതലായിട്ടും ഡെറ്റ് ഇല്ലാത്ത കമ്പനികളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ബാങ്കിങ് നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. FMCG നന്നായി പെർഫോം ചെയ്യാം. പിന്നെ IT റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഫാർമ IT ആണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത്. അതൊരു ഗ്ലോബലി മൂവ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ ഈ ബജറ്റിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഫ്രാ കമ്പനികളിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ ബജറ്റിനോട് അനുകൂലമായി എന്തെങ്കിലും തീരുമാനങ്ങൾ വരികയാണെങ്കിൽ ഈ സ്റ്റോക്കിലൊക്കെ ഷാർപ്പായിട്ടുള്ള മൂവ് ഉണ്ടാകും. പക്ഷേ ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ തന്നെ അതൊക്കെ ഒരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് മാത്രമേ അഭിലാഷ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. കാരണം
ആ ബജറ്റിന് ശേഷം, കാരണം സ്റ്റെബിലിറ്റി ഉള്ളൊരു ഗവൺമെൻറ് ഉള്ളത് കൊണ്ട് ബജറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചാൽ തന്നെ മാർക്കറ്റ് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് റിയാക്ട് ചെയ്താലും വീണ്ടും ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും. കാരണം FISന്റെ ഒരു ഫ്ലോ ഇന്ത്യയിലേക്ക് വീണ്ടും വരും. കാരണം ലോങ് ടേം ഇന്ത്യ വളരെ സേഫാണ്. പ്രത്യേകിച്ച് ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഒക്കെ താഴെ വരുന്നതും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എല്ലാം പെർഫെക്റ്റ് ആകുന്നതൊക്കെ തന്നെ നമ്മുടെ എക്കണോമിയെ സംബന്ധിച്ച് നമ്മളൊരു സേഫർ സോണിലാണ് മൂവ് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടുള്ള GDP വരാനുള്ള സാധ്യതയുണ്ട്. ഇൻഫ്ലേഷനൊക്കെ കുറയുന്നു. ഓവറോൾ മാക്രോ എക്കണോമിക്സ് ആ ലെവലിലൊക്കെ തന്നെ എല്ലാം സേഫർ സൈഡിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഒരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് നെഗറ്റീവ് എന്തെങ്കിലും വരികയാണെങ്കിൽ സംഭവിക്കുകയുള്ളൂ. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് വളരെ സേഫ് ആയിട്ടുള്ള സോണിൽ തന്നെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പല സെക്കൻഡ് ലെവൽ ടാർഗറ്റ് ഒക്കെ പറയുന്ന പല സ്റ്റോക്കും ഒരു സെൽ ഓഫ് ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് നെഗറ്റീവ് വരികയാണെങ്കിൽ ആ ലെവലിലേക്ക് വരാം. അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കരുതുക എന്നുള്ളതാണ്. പിന്നെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ചെയ്യുന്നത്. അതാണ് ഷോർട്ട് ടൈം മാർക്കറ്റിൽ റിസ്ക് ഉണ്ട്. മീഡിയം ടു ലോങ് ടൈം ഞാൻ 2 എപ്പിസോഡായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. മാർക്കറ്റ് ഇന്ത്യ സേഫാണ്. കൂടുതൽ ഫ്ലോ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഫ്രാ മേഖലയിലും റിയാലിറ്റി സെക്ടറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ബാങ്കിങ് സെക്ടർ എപ്പോഴും, സ്പെഷ്യലി ഈ റിസൾട്ടിന് ശേഷം വളരെ തേർഡ് ക്വാർട്ടർ റിസൾട്ടാണ് മാർക്കറ്റ് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഫോൾ വരാൻ കാരണമായത്. അപ്പോൾ ആ റിസൾട്ടിന് ശേഷം ആ സെക്ടറിൽ പ്രത്യേകിച്ചും പബ്ലിക് സെക്ടർ അതെ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വന്നു. അപ്പോൾ അതൊരു ഫെയർ വാല്യൂലാണ്. വീണ്ടും ഒരു കറക്ഷൻ സംഭവിച്ചാൽ അതൊരു ഡിസ്കൗണ്ട് വാല്യൂ ആയിരിക്കും. കാരണം ബാങ്കിങ് ഇല്ലാതെ ഇന്ത്യക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇനിയും അറിയിക്കുക. ഹെഡ്ജ് ക്യൂരിയസിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുത്തത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.